കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജൂൾസ് ലോ ആയിരുന്നു ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. എന്തായിരുന്നു ജൂൾസ് ലോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദാറ്റ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ഇലക്ട്രിക് കറണ്ട്, ദ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ വിച്ച് ഇലക്ട്രിക് കറണ്ട് ഈസ് പാസ് ത്രൂ ദി കണ്ടക്ടർ. അപ്പോൾ ജൂൾസ് ലോ ബേസ് ചെയ്തുകൊണ്ട് ഒരു കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഒന്ന് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, സെക്കൻഡ് വൺ റെസിസ്റ്റൻസ്, തേർഡ് വൺ ടൈം. അപ്പോൾ ഇവിടെ ഒരു ടാബിൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് കോളത്തിൽ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ, ദെൻ സെക്കൻഡ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട്, തേർഡ് വൺ ടൈം, ഫോർത്ത് വൺ ഹീറ്റ് ജനറേറ്റഡ്. ഇത് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതണം. ദെൻ ഫിഫ്ത്ത് വൺ ചേഞ്ച് ഇൻ ഹീറ്റ്. ചേഞ്ച് ഇൻ ഹീറ്റ് മീൻസ് ഇതിലുള്ള റെസിസ്റ്റൻസ്, കറണ്ട്, ടൈം, ഇതിലുള്ള മാറ്റങ്ങളുണ്ട്. അതിനനുസരിച്ച് എത്രത്തോളം ഹീറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഒന്നാമത്തെ കോളത്തിലേക്ക് വരുമ്പോൾ റെസിസ്റ്റൻസ് 2R ആണ്. അതേസമയം ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് I തന്നെ, അതിൽ ചേഞ്ച് ഇല്ല. ടൈം T തന്നെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ that is H is equal to I square RT ആണ്. H is equal to I square RT. Therefore here heat is equal to H is equal to I change ഒന്നുമില്ല. Therefore I square into R എന്ന് പറയുന്നത് 2R. Therefore that is 2R into T. ഇങ്ങനെയാണ് ഹീറ്റ് വരുന്നത്. Therefore H is equal to 2I square RT എന്ന് മാറ്റി എഴുതാം. That is H is equal to 2I square RT. 2I square RT. Then I square RT means H. Therefore here H 2H ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഹീറ്റ് ട്വൈസ് ആയിട്ട് മാറുന്നു. Then second one resistance R, intensity of electric current 2I, then time T. Here H is equal to I square RT. Here I means 2I. Therefore that is 2I all square into R into T. I means here 2I. Therefore 2I all square into R into T. That is H is equal to 4I square RT. 4I square RT. I square RT എന്നത് H ആണെങ്കിൽ here that heat is 4H. 4 times heat increased. The next column that is resistance R by 2. Resistance half ആയിട്ട് മാറുന്നു. Current I, time T. Therefore H is equal to I square. Then R is R by 2. That is R by 2 into T. I square RT that is H. Therefore here H by 2. Half ആയിട്ട് മാറി. Then resistance R, current I by 2, then T. Therefore H is equal to I square RT. Therefore here I is I by 2. Therefore I by 2 all square into R into T. R into T. Therefore heat is I square by 4 into R into T. That means H by 4. H by 4. The next one R I 2T. Therefore H is equal to I square R 2T. That means 2I square RT. That means 2 times heat increased. Next resistance R, intensity I, time T by 2. Therefore H is equal to I square R T by 2. That means H by 2. ഈ ഒരു ടാബിൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഹീറ്റ് ചേഞ്ച് ഇൻ ഹീറ്റ് എന്ന് പറയുന്നത് നോക്കിയേ, ഫസ്റ്റ് 2H, then 4H, then here also 2H ഹീറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. Then H by 2, that's H by 4, H by 2 ഹീറ്റ് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെ ഫാക്ടേഴ്സിൽ ചേഞ്ച് വരുമ്പോഴാണ് അങ്ങനെ ഡിക്രീസ് ചെയ്യുന്നതും ഇൻക്രീസ് ചെയ്യുന്നതും?
ഇവിടെ ഈ ഫാക്ടേഴ്സ് ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഹീറ്റ് ഇൻക്രീസ് ചെയ്തത് ആരിലുണ്ടായ ചേഞ്ച് ആണ്, ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ജൂൾസ് ലോ പ്രകാരം ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഐ, ആർ, ടി ഇവ മൂന്നും ആണെങ്കിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഡിപ്പെൻഡന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. അപ്പൊ ഐയിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഹീറ്റിനെ വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും, ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. H is equal to I square RT. അപ്പോൾ ഇന്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട് I, റെസിസ്റ്റൻസ് R, T ടൈം, ഈ മൂന്ന് ക്വാണ്ടിറ്റീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ H കാൽക്കുലേറ്റ് ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് I തന്നിട്ടില്ല, പകരം V ആണ് തന്നതെങ്കിൽ, ഐക്ക് പകരം V ആണ് തന്നതെങ്കിൽ നമുക്ക് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മറ്റൊരു ഇക്വേഷൻ, ജൂൾസ് ലോയിലെ മറ്റൊരു ഫോമിലേക്ക് നമുക്ക് ആ ഇക്വേഷനെ മാറ്റി എഴുതിയിട്ട് ചെയ്യാം. അപ്പൊ അത്തരത്തിൽ ഉള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇവിടെ H is equal to I square RT എന്നതാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇനി ബൈ ഓംസ് ലോ നിങ്ങൾ പഠിച്ചതാണ് ഓം നിയമം, ഓം നിയമപ്രകാരം നമുക്ക് ഇതെങ്ങനെ എഴുതാം? That is I എന്ന് പറയുന്നത് I is equal to V by R ആണ്. I equal to V by R. ഈ ഓംസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ that is H is equal to V by R all square into R into T എന്ന് എഴുതാം. ഒന്നുകൂടെ ഇവിടെ ശ്രദ്ധിച്ചേ, I എന്നതിന് പകരം V by R ആണ്. ഇവിടെ I സ്ക്വയർ എന്നുള്ളത് കൊണ്ട് V by R all square into R into T. ഇതിനെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ that is H is equal to V square by R square into R into T എന്ന് വരും. ഇനി ഇവിടെ ആറുകൾ തമ്മിൽ ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ that is H is equal to V square by R into T. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് H കാൽക്കുലേറ്റ് ചെയ്യാം. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വിയും ആറും ടിയും. ഇതേപോലെ നമുക്ക് മറ്റൊരു ഫോമിലേക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് H is equal to I square RT ആണ്. ഹിയർ ഓൾസോ R equal to V by I ആണ്, അല്ലെ? R equal to V by I. ബൈ ഓംസ് ലോ R equal to V by I. അപ്പൊ ഇത് നമ്മുടെ H is equal to I square RT യിൽ ആറിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ H is equal to I square into V by I into T. ഇവിടെ ശ്രദ്ധിച്ചേ, അതായത് I square അങ്ങനെ തന്നെ ആറിന് പകരമായിട്ട് V by I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, T അങ്ങനെ എഴുതി. അപ്പൊ ഇവിടെയും ഐകൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ that is H is equal to I V T എന്നൊരു ഇക്വേഷനിലേക്ക് കിട്ടും. അപ്പോൾ ഐയും വിയും ടിയുമാണ് നമുക്ക് തന്നതെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മൂന്ന് ഇക്വേഷൻസ് ഓർമ്മിച്ച് വെക്കണം. H is equal to I square RT, രണ്ടാമത്തെ H is equal to V square by R into T, മൂന്നാമത്തത് H is equal to I V T. ഇതിൽ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടും നമുക്കൊരു പ്രോബ്ലം അല്ലെങ്കിൽ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഏറ്റവും തന്നിരിക്കുന്ന ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് എന്നതും വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഏത് ഇക്വേഷൻ വെച്ച് ചെയ്യാം അത് വെച്ച് നിങ്ങൾക്ക് ചെയ്ത് അത് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. A bulb of resistance 920 ohm works on 230 volt supply. Calculate the quantity of heat generated in 3 minutes. ഹീറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? 920 ohm resistance. Therefore that is R is equal to 920 ohm. 230 volt supply. Therefore potential difference volt 230 volt supply. Calculate the quantity of heat generated in 3 minutes. That is time is equal to 3 minutes. Okay. Here resistance 920, volt 230, then time 3 minutes. What is the standard unit of resistance? Ohm. Then potential difference volt. Then time second. Here the time is in 3 minutes. Therefore we convert that minute into second. That is 3 into 60. That is equal to 180 seconds. 180
സെക്കൻഡ് ആണ്. അതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇനി ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ഇവിടെ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റീസ് വി ആർ ടി. അപ്പൊ അതുകൊണ്ട് നമുക്ക് വി സ്ക്വയർ ബൈ ആർ ദാറ്റ് ഈസ് ഇൻടു ടി. വി സ്ക്വയർ ടി ബൈ ആർ. ഇതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എച്ച് ഇസ് ഈക്വൽ ടു 230 സ്ക്വയർ ഇൻടു ടി ദാറ്റ് ഈസ് 180 ഡിവൈഡഡ് ബൈ 920 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഈ വാല്യൂസ് നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 10350 ജൂൾ. ദാറ്റ് ഈസ് ദി heat produced in the conductor, that is 10350 joule. In the same way, for solving this problem we can use another equation, that is h is equal to I square RT. H is equal to I square RT. Then here R is given VT, but what is I? By Ohm's law, I is equal to V by R. Here V is 230, then R is 920. Therefore, I is equal to 230 divided by 920. That gives 0.25 ampere. 0.25 ampere. Then substitute this value into the equation, that is H is equal to 0.25 all square into R. R is 920 into time that is 180. Then you got the same result, that is 10,350 joule. Okay, this is the heat developed in the conductor. അപ്പോൾ ഈ ഇങ്ങനെ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ എത്തുന്ന കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻടു ടി ഉപയോഗിച്ചെങ്കിൽ ഇവിടെ നമ്മൾ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഉപയോഗിക്കുന്നു. ഇനി എച്ച് ഇസ് ഈക്വൽ ടു ഐ വി ടി നിങ്ങൾ ഉപയോഗിച്ചാൽ അതിലും കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ഇത് തന്നെയായിരിക്കും. ഒന്നതിലേക്ക് ഒബ്സർവ് ചെയ്യാം. രണ്ട് സർക്യൂട്ടുകളാണ്, സർക്യൂട്ട് എയും സർക്യൂട്ട് ബിയും. ഈ സർക്യൂട്ടുകളിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ബൾബുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് B1ഉം മറ്റൊന്ന് B2ഉം. അതിൻ്റെ പവറുകൾ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 3 വാട്ട് പവറുള്ള ബൾബുകളാണ്. അതേപോലെ രണ്ടാമത്തതിലും B1 B2 3 വാട്ട് പവറുള്ള ബൾബുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സർക്യൂട്ട് സ്വിച്ച് ഓൺ ചെയ്യുന്നു, ദാറ്റ് മീൻസ് സർക്യൂട്ട് ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഈ ബൾബുകളിൽ ഇൻറ്റൻസിറ്റി ഏതിനായിരിക്കും കൂടുതൽ ഉണ്ടാവുക? ഇൻറ്റൻസിറ്റി കൂടുതൽ ഏത് സർക്യൂട്ടിലെ ബൾബിനായിരിക്കും? അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ സർക്യൂട്ടുകളിൽ ബൾബുകൾ കണക്ട് ചെയ്തതിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസമുണ്ട്. ഈ ഒന്നാമത്തെ സർക്യൂട്ടിലെ ബൾബുകൾ അറേഞ്ച് ചെയ്തതിനെ നമ്മൾ പറയാം പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പാരലൽ കണക്ഷനാണ്. എന്നാൽ അതേസമയം ഇവിടെ ബൾബുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് സീരീസ് ആയിട്ടാണ്, സീരീസ് കണക്ഷൻ ആണ്. അപ്പൊ പാരലായിട്ടും സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുമ്പോൾ നോക്കിയേ, ഒരു ബൾബിന്റെ രണ്ട് എൻഡ് അടുത്തൊരു ബൾബിന്റെ രണ്ട് എൻഡുമായിട്ട് കണക്ഷനിൽ വരുന്നു. എന്നാൽ അതേസമയം ഇവിടെ ഒരു ബൾബിന്റെ ഒരു എൻഡ് അടുത്തതിന്റെ ഒരു എൻഡുമായിട്ട് അങ്ങനെ എന്ത് ചെയ്യാണ്? 1 by 1 ആയിട്ട് കണക്ട് ചെയ്ത് പോകുന്നതാണ് സീരീസ് കണക്ഷൻ. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഏത് സർക്യൂട്ടിലെ ബൾബിനാണ് ഇന്റൻസിറ്റി കൂടുതൽ? അപ്പൊ ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇന്റൻസിറ്റി കൂടുക. കാരണം അതിന്റെ റെസിസ്റ്റൻസ് എന്താണ്? കുറയുന്നത് കൊണ്ടാണ്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, ഇതിലേതെങ്കിലും ഒരു ഡിവൈസ് നമ്മൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് റിമൂവ് ചെയ്തു. ഇപ്പൊ ഇവിടെ B1ഉം ഈ സർക്യൂട്ടിൽ B1ഉം റിമൂവ് ചെയ്തു. അപ്പൊ എന്താണ് ഇതിൽ ചേഞ്ച് ഉണ്ടാവുക? എന്താ ചേഞ്ച് എന്ന് ചോദിച്ചാൽ പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഡിവൈസ് റിമൂവ് ചെയ്താൽ, ഒരു ഡിവൈസ് ഓഫ് ചെയ്താൽ മറ്റേ ഡിവൈസ് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു, അതിലൊന്നും സംഭവിക്കില്ല. എന്നാൽ അതേസമയം സീരീസ് കണക്ഷനിൽ when one device is off others not work ആണ്, മറ്റൊന്നും വർക്ക് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ അറിയാം നമ്മുടെ ഹൗസ് ഹോൾഡ് വയറിംഗ് അല്ലെ, നമ്മുടെ വീടുകളിലൊക്കെ വയറിംഗ് ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കും? സീരീസ് ആയിട്ടാണോ പാരലൽ ആയിട്ടാണോ? ഒരു സംശയമില്ല, പാരലൽ ആയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ.
ഇനി നമുക്ക് ഈ ബൾബുകൾക്ക് പകരം നമ്മൾ ഇതിലേക്ക് ആരെ കണക്ട് ചെയ്യുന്നു? റെസിസ്റ്റേഴ്സിനെ കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസിലും പാരലൽ സർക്യൂട്ടിലും കണ്ടെത്തുക? അതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്ത് വരികയാണ് അടുത്ത് ചെയ്യുന്നത്. ഇവിടെ സർക്യൂട്ടുകളിൽ റെസിസ്റ്റേഴ്സ് പാരലലായിട്ടും അതേപോലെ സീരീസ് ആയിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ റെസിസ്റ്ററുകൾ പാരലലാണ്, ഇവിടെ റെസിസ്റ്ററുകൾ സീരീസ് ആണ്. നമുക്ക് ആ റെസിസ്റ്ററുകൾക്ക് R1 എന്നും R2 എന്നും ഡിനോട്ട് ചെയ്യാം. ഒന്നാമത്തത് R1ഉം രണ്ടാമത്തത് R2. ആ ഒന്നാമത്തെ R1ന് ഒരു അമ്മീറ്റർ A1 എന്ന അമ്മീറ്റർ, രണ്ടാമത്തെ റെസിസ്റ്റർ R2വിന് A2 എന്ന അമ്മീറ്റർ. അമ്മീറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്? കറന്റ്, എത്രത്തോളം കറന്റ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതേപോലെ ഇവിടെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ട് മീറ്റർ V1 എന്ന ഒരു വോൾട്ട് മീറ്റർ, രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് V2 എന്ന വോൾട്ട് മീറ്റർ. അതേപോലെ സർക്യൂട്ടിൽ അമ്മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്ററുകളും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, നമുക്ക് ആദ്യം പാരലൽ കണക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. അപ്പൊ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് A1 എന്നതും A2 എന്നതുമായിട്ടുള്ള വാല്യൂസ്, വിലകൾ വ്യത്യസ്തമായിരിക്കും, ഡിഫറൻ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ R1ലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയിരിക്കില്ല R2ലൂടെ ഫ്ലോ ചെയ്യുന്നത്. ഇപ്പൊ സർക്യൂട്ടിലൂടെ ടോട്ടൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I ആണെങ്കിൽ അത് R1ലൂടെ പോകുമ്പോൾ അത് I1 ആയിട്ടും R2ലൂടെ പോകുന്ന സമയത്ത് അത് I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ I1ന്റെയും I2വിന്റെയും സം ആയിരിക്കും എന്താവുന്നത്? ആ ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോ ഡിഫറൻറ്റ് കറണ്ട് ആയിരിക്കും ആ ഡിഫറൻറ്റ് റെസിസ്റ്റേഴ്സിലൂടെ തന്നെ ഫ്ലോ ചെയ്യുന്നത്. വ്യത്യസ്ത കറണ്ടുകളാണ് വ്യത്യസ്ത റെസിസ്റ്ററുകളിലൂടെ പ്രവഹിക്കുന്നത്. എന്നാൽ അതേസമയം ഈ രണ്ട് റെസിസ്റ്ററുകളിലൂടെയും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. വോൾട്ടേജ് സെയിം ആയിരിക്കും, തുല്യമായിരിക്കും. അതായത് R1നുള്ള വോൾട്ടേജ് തന്നെയായിരിക്കും R2വിനുണ്ടാവും. അപ്പൊ നമുക്കിങ്ങനെ കൺക്ലൂഡ് ചെയ്യാം, പാരലൽ ആണ് സർക്യൂട്ട് എങ്കിൽ, സമാന്തരമായിട്ടാണ് സർക്യൂട്ട് പ്രതിരോധകങ്ങൾ റെസിസ്റ്റേഴ്സുകൾ ബന്ധിപ്പിച്ചതെങ്കിൽ അവിടെ കറണ്ടുകൾ ഡിഫറൻറ്റും അതേസമയം വോൾട്ടേജ് സെയിമുമായിരിക്കും. ഇനി നമ്മൾ സീരീസിലേക്ക്, ശ്രേണി രീതിയിലേക്ക് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കാണുന്നത് എന്താന്ന്? ഇവിടെ നോക്കിയേ, ഒന്നാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് V1 എന്നൊരു വോൾട്ട് മീറ്റർ ബന്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് V2 എന്നൊരു വോൾട്ട് മീറ്റർ ഉണ്ട്. അതേപോലെ അവിടെ വോൾട്ടേജ്, ടോട്ടൽ വോൾട്ടേജ് കാണാൻ വേണ്ടിയിട്ട് V എന്നൊരു വോൾട്ട് മീറ്റർ ഉണ്ട്. അതേപോലെ അമ്മീറ്ററും ഉണ്ട്. ഇവിടെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ടോട്ടൽ വോൾട്ടേജ് അല്ലെ, വോൾട്ടേജ് സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് V ആണെങ്കിൽ ആ V സ്പ്ലിറ്റ് ചെയ്തിട്ട് ഏതൊക്കെയായിട്ട് മാറുന്നു? V1ഉം അതേപോലെ V2 ആയിട്ട് മാറുന്നു. അതായത് R1 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1ഉം R2 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2ഉം. അപ്പൊ ഇത് രണ്ടും കൂടെ സം ചെയ്യുകയാണെങ്കിൽ അതിന്റെ എന്തായിരിക്കും? ടോട്ടൽ ആയിരിക്കും V എന്നത്. എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിനകത്തുള്ള ടോട്ടൽ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് V1ഉം V2 ആയിട്ട് മാറുന്നത്. അപ്പോൾ സീരീസിൽ എന്താണ്? വോൾട്ടേജ് ഡിഫറൻ്റ് ആണ്. എന്നാൽ അതേസമയം പാരലല് കറണ്ട് ഡിഫറൻ്റ് ആണ്. അതാണ് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നാൽ അതേസമയം ഇവിടെ കറണ്ട് എന്തായിരിക്കും? കറണ്ടിന്റെ സ്ഥിതി എന്താണ്? അമ്മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ വോൾട്ടേജ് ഡിഫറൻ്റ് ആവുന്നത് എവിടെയാണ്? വോൾട്ടേജ് ഡിഫറൻ്റ് ആവുന്നത് സീരീസിലാണെങ്കിൽ, കറണ്ട് ഡിഫറൻ്റ് ആവുന്നത് പാരലലാണ്. ഓക്കെ അല്ലേ? ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മുടെ വീടുകളിൽ വയറിങ് ചെയ്യുന്നത് പാരലൽ ആയിട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ പാരലൽ ആയിട്ട് വയറിങ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും അല്ലെ, ഓരോ ഉപകരണങ്ങൾക്കും വേണ്ട ആവശ്യമായിട്ടുള്ള കറണ്ട് സെയിം ആണോ? അല്ല, ഡിഫറെന്റ് കറണ്ട് ആണ് വേണ്ടത്.
ഓക്കെ, അപ്പൊ ഡിഫറെന്റ് കറണ്ട് കിട്ടാൻ ഏത് കാരണമാവും? പാരലായിട്ട് വയറിങ് ചെയ്യുന്നത് കൊണ്ട് കാരണമാവും. എന്നാൽ അതേസമയം വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ വെക്കണം. അതായത് വോൾട്ടേജ് എവിടെയാണ് ഡിഫറെന്റ്, കറണ്ട് എവിടെയാണ് ഡിഫറെന്റ് എന്നൊരു ഐഡിയ വെച്ച് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് എളുപ്പമായിട്ട് ഒരു സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എത്രയാണ്? ആകെ പ്രതിരോധം. ഒന്നിലധികം പ്രതിരോധകങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആകെ പ്രതിരോധം, സഫല പ്രതിരോധം എത്രയാണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത് കറണ്ട് എവിടെ ഡിഫറെന്റ്, വോൾട്ടേജ് എവിടെ ഡിഫറെന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഈ സർക്യൂട്ട് ഒന്ന് ഒബ്സർവ് ചെയ്തേ. ഇവിടെ രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 എന്ന റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതിനുള്ള ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് റെസിസ്റ്റർ R1 ആണ്, സെക്കൻഡ് റെസിസ്റ്റർ R2. ആ സർക്യൂട്ടിലൂടെ തന്നെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I, ടോട്ടൽ കറണ്ട് I ആണ്. അതേപോലെ സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് എന്നത് V ആണെന്നും ഓർക്കുക. ഇനി ജസ്റ്റ് മുമ്പ് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സീരീസ് കണക്ഷൻ ആണെങ്കിൽ സർക്യൂട്ടിൽ ഓരോ റെസിസ്റ്ററിനും എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരുന്നു? ഡിഫറെന്റ് ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. അതായത് R1 റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1ഉം R2 റെസിസ്റ്ററിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V2 ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് V ടോട്ടൽ ഈക്വൽ ടു V1 പ്ലസ് V2 ആയിരിക്കും. ഓക്കെ, എന്നാൽ അതേസമയം കറണ്ട് I ആണ് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അതേ I തന്നെയായിരിക്കും R1ലൂടെയും R2ലൂടെയും ഫ്ലോ ചെയ്യുക. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, ദെൻ ബൈ ഓംസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഓംസ് ലോയിലൂടെ എന്താ പറയുന്നത്? ദാറ്റ് ഈസ് V is equal to IR ആണ്. V equal to IR. അതായത് ഫസ്റ്റ് റെസിസ്റ്റർ R1 എന്ന റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V1 ആണെങ്കിൽ ദാറ്റ് ഈസ് V1 ഈക്വൽ ടു IR1. അതെന്തുകൊണ്ട് I1 എഴുതുന്നില്ല? I എന്ന് പറയുന്നത് എല്ലാത്തിലും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് I1 ഒന്നും I2 ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. Okay, that is V1 is equal to IR1. Then next voltage V2 is equal to IR2 എന്ന് കിട്ടും. That is voltage across second resistor, that is R2. Then V2 is equal to IR2. Then substitute these values, therefore that V is equal to IR1 plus IR2 എന്ന് കിട്ടും അല്ലേ? IR1 plus IR2. Okay, then what is V? V എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിലെ ടോട്ടൽ വോൾട്ടേജ് ആണ്. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് ഇൻറ്റു ടോട്ടൽ റെസിസ്റ്റൻസ് ആ. ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R1 R2 അല്ല, ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതും. അപ്പൊ ദാറ്റ് ഈസ് IR ഈക്വൽ ടു IR1 പ്ലസ് എന്താണ്? IR2 ആണ്. IR1 പ്ലസ് IR2. ഇനി ഈ സൈഡിൽ I കോമൺ ആണല്ലോ. therefore IR is equal to I into R1 plus R2 എന്ന് വരും. I into R1 plus R2. I എന്നത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ that is R equal to R1 plus R2. ഇതാണ് സീരീസ് കണക്ഷനിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. That is R equal to R1 plus R2. ഇവിടെ മൂന്നാമതൊരു തേർഡ് റെസിസ്റ്റർ R3 ഉണ്ടായിരുന്നെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 plus R2 plus R3 ആയിട്ട് വരും. എന്ന് പറഞ്ഞാൽ the effective resistance in a series circuit is equal to sum of individual resistance ആണ്. എത്ര റെസിസ്റ്ററുകൾ ഉണ്ടോ അതിൻ്റെ ഒക്കെ വാല്യൂസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കിട്ടുന്നതാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഒന്ന് ഒബ്സർവ് ചെയ്ത സർക്യൂട്ട്. ഇവിടെ റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ പാരലൽ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ പഠിച്ചത് ഓർമ്മിക്കുക. അതായത് കറണ്ട് I ഫ്ലോ ചെയ്യുന്നു, പക്ഷെ റെസിസ്റ്റേഴ്സിലേക്ക് I1ഉം I2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. Therefore the total current in the circuit that is equal to I1 plus I2 ആണ്. Okay, by Ohm's law, like Ohm's law that I is equal to V by R. I എന്നത് V by R ആണ്. Therefore I1 equal to, what is I1? I1 എന്ന് പറഞ്ഞാൽ the current through first resistor R1. Therefore I1 equal to V by R1. Then I2 is equal to
V by R2. I2 equal to V by R2. ഇവിടെ എന്താ V1 V2 എന്ന് കൊടുക്കാതിരുന്നത്? Because in parallel connection voltage is same. Okay, then I is equal to, what is I1? I1 that is V by R1 plus I2 that is V by R2. Okay, this I indicates the total current in the circuit, that is I. Therefore, that I is equal to total voltage divided by total resistance. This R indicates the effective resistance in the circuit. Therefore, that V by R is equal to V by R1 plus V by R2. Here voltage that is common. Therefore, V by R is equal to V into 1 by R1 plus 1 by R2. 1 by R1 plus 1 by R2. Here V and V cancel. Therefore, 1 by R is equal to 1 by R1 plus 1 by R2. This is the equation for calculating effective resistance in parallel connection. Okay, if another resistor R3 is here, therefore the total resistance, that is 1 by R, equal to 1 by R1 plus 1 by R2 plus 1 by R3. Okay, then if two resistors R1 R2 എന്നീ രണ്ട് resistors മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ effective resistance, that is 1 by R equal to 1 by R1 plus 1 by R2 ആണ്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 by R അല്ല, R ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് ക്രോസ് ചെയ്താൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R1 R2 എന്നല്ലേ കിട്ടുന്നത്. അതെന്ത് ഈക്വൽ ടു 1 by R ഈക്വൽ ടു. Therefore, R equal to R effective, that is equal to R1 R2 divided by R1 plus R2. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? രണ്ട് റെസിസ്റ്റേഴ്സ് ആണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തതെങ്കിൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ റെസിസ്റ്ററുകളുടെ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ സം ആയിരിക്കും. രണ്ട് റെസിസ്റ്ററുകളുടെ പ്രൊഡക്റ്റ് രണ്ടും ഗുണിച്ചത് ബൈ രണ്ടും കൂടെ കൂട്ടിയതിന് തുല്യമായിട്ടാണ് അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് വരിക. അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പൊ ഇതാണ് പാരലൽ കണക്ഷനിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഒരു ടാബിൾ ഇവിടെ തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ടൊന്ന് ഒബ്സർവ് ചെയ്തേ. നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ശ്രേണിയിലും സമാന്തരത്തിലും സീരീസിലും പാരലലും കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഡിഫറൻസുകൾ? അതിൽ കറണ്ട് ഡിഫറെൻ്റ് ആണോ, വോൾട്ടേജ് ഡിഫറെൻ്റ് ആണോ, കറണ്ട് സെയിം ആണോ, വോൾട്ടേജ് സെയിം ആണോ, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ, ഡിക്രീസ് ചെയ്യുന്നുണ്ടോ, അതായത് സഫല പ്രതിരോധം കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക? ഒന്ന് നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്യാം, എന്നിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അത് വെച്ചുകൊണ്ട് വേണം ഇനി നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ വളരെ നിർബന്ധമാണ്. ആ ടാബിൾ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണം? ആ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മിച്ച് വെക്കണം. റെഡി അല്ലേ?